ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് 25 വിഭവങ്ങൾ അടങ്ങിയ ഒരു സമ്പൂർണ്ണ ഓണസദ്യ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വിഭവങ്ങളിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് സദ്യ സ്പെഷ്യൽ അവിയൽ തയ്യാറാക്കാം. അവിയൽ തയ്യാറാക്കുന്നതിന് വേണ്ടി പാനിലേക്ക് നീളത്തിലരിഞ്ഞ ഒരു പകുതി പച്ചക്കായ, ഒരു ക്യാരറ്റ്, 1/2 കപ്പ് വെള്ളരിക്ക, 1/2 കപ്പ് പടവലങ്ങ, മീഡിയം വലുപ്പത്തിലുള്ള ഒരു ഉരുളക്കിഴങ്ങ്, 1/4 കപ്പ് ബീൻസ്, 1/2 കപ്പ് ചേന, ഒരു മുരിങ്ങക്കായ്, 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കരിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അവിയലിനുള്ള പച്ചക്കറികൾ വേവിച്ചെടുക്കാൻ. പച്ചക്കറിയിൽ നിന്ന് തന്നെ വെള്ളം ഉണ്ടാകും, അതിൽ തന്നെ പച്ചക്കറികൾ വെന്ത് കിട്ടും. അവിയൽ തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് വലിയ പാൻ എടുക്കുകയാണെങ്കിൽ പച്ചക്കറികൾ അധികം കുഴഞ്ഞു പോകാതെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഉടഞ്ഞു പോകാതെ 4-5 മിനിറ്റ് പച്ചക്കറികൾ വേവിച്ചെടുക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് അവിയലിനുള്ള അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 3-4 ചെറിയ ഉള്ളിയും 1 പച്ചമുളകും കുറച്ച് കരിവേപ്പിലയും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. 1-2 പ്രാവശ്യം പൾസ് ചെയ്തെടുത്താലും മതി. ഈ ഒരു പാകത്തിന് തയ്യാറാക്കിയെടുക്കാം. പച്ചക്കറികളൊക്കെ ഉടഞ്ഞു പോകാതെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് പതുക്കെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് അരപ്പ് വേവിച്ചെടുക്കാം. അരപ്പൊക്കെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് തൈര് ചേർത്ത് മിക്സ് ചെയ്യാം. പച്ചക്കറികൾ ഉടഞ്ഞു പോകാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് ഉപ്പ് നോക്കി ഒരല്പം ഉപ്പും കുറച്ച് കരിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഒന്നുകൂടെ എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. സദ്യ സ്പെഷ്യൽ അവിയൽ തയ്യാറാക്കാം. അടുത്തത് നമുക്ക് സദ്യ സ്പെഷ്യൽ എരിശ്ശേരി തയ്യാറാക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. ഇത് 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് 3-4 വിസിൽ വരുന്നത് വരെ വൻപയർ വേവിച്ചെടുക്കാം. ഇനി 250 ഗ്രാം മത്തങ്ങ കുറച്ച് വലിപ്പമുള്ള കഷ്ണങ്ങളാക്കി കഴുകി വെച്ചിട്ടുണ്ട്. ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 3/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. 1/2 കപ്പ് ചിരകിയ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകവും 1 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അരഞ്ഞു പോകരുത്, ഇതുപോലെ മതിയാകും. ഇനി നമുക്ക് വൻപയർ വെന്തോ എന്ന് നോക്കാം. ആവി മുഴുവനായിട്ട് പോയതിന് ശേഷം മാത്രം കുക്കർ തുറന്നു നോക്കാം. വൻപയറൊക്കെ വെന്തിട്ടുണ്ട്, അധികം വെള്ളമില്ല. ഇനി കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം മാറ്റി വെച്ചിട്ട് വൻപയർ മാത്രം എടുത്താൽ മതി. മത്തങ്ങയും വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി വൻപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അരപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് അരപ്പ് വേവിച്ചെടുക്കാം. മത്തങ്ങയും വൻപയറും വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തത് കൊണ്ട് ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, അരപ്പ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എരിശ്ശേരിയിലേക്ക് താളിച്ചൊഴിക്കുന്നതിന് വേണ്ടി പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് 3/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി 2-3 വറ്റൽമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് ഇളം ചുവപ്പ് കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോകരുത്. ഈ ഒരു കളർ ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ കൂട്ട് എരിശ്ശേരിയിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം. എരിശ്ശേരി തയ്യാറായിട്ടുണ്ട്.
അടുത്തത് നമുക്ക് സദ്യ സ്പെഷ്യൽ നല്ല രുചിയും മണവുമുള്ള സാമ്പാർ തയ്യാറാക്കാം. തേങ്ങ ചേർക്കാതെ വളരെ എളുപ്പത്തിൽ മസാല വറുത്ത് പൊടിച്ച് സാമ്പാർ പൊടി തയ്യാറാക്കിയാണ് നമ്മൾ ഈ സാമ്പാർ ഉണ്ടാക്കുന്നത്. തേങ്ങ വറുത്തരച്ച സാമ്പാറിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സാമ്പാർ തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. 1/2 കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. 125 ഗ്രാം ഉണ്ടാവും. ഇത് 2-3 പ്രാവശ്യം നന്നായി കഴുകിയതിനു ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കാം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും പരിപ്പ് വെന്ത് പൊങ്ങാതിരിക്കാൻ അല്പം ഓയിലും ചേർത്ത് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് 2-3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ആവി മുഴുവനായിട്ട് പോയതിനു ശേഷം മാത്രം കുക്കർ തുറന്നു നോക്കാം. പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. പച്ചക്കറികൾ വേവിച്ചെടുക്കാം. ചട്ടിയിലേക്ക് കഷ്ണങ്ങളാക്കിയ 1/2 കപ്പ് ഉരുളക്കിഴങ്ങ്, 1/2 കപ്പ് ചേന, 1 ക്യാരറ്റും 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ബാക്കിയുള്ള പച്ചക്കറികൾ വേവ് കുറവായതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി. ഈ സമയത്ത് നമുക്ക് സാമ്പാർ പൊടി തയ്യാറാക്കാം. പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം. ഇനി 6 വറ്റൽമുളകും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 2 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക്, 4 ചെറിയ ഉള്ളി, 2-3 വെള്ളുള്ളിയും കുറച്ച് കരിവേപ്പിലയും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ നന്നായി വറുത്തെടുക്കാം. വറുത്ത് ചെറുതായി കളർ മാറി നല്ലൊരു മണം വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് നല്ല പോലെ അരച്ചെടുക്കാം. പച്ചക്കറികളൊക്കെ പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്കിനി മുറിച്ചു വെച്ച 1 സവാള, 1/2 കപ്പ് മത്തങ്ങ, 1 മുരിങ്ങയ്ക്ക, 1 വഴുതനങ്ങ, 3 പച്ചമുളകും ചേർത്ത് മിക്സ് ചെയ്ത് വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. പച്ചക്കറികളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം അരിച്ച് ചേർക്കാം. ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിൽ അല്പം വെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കിയതിനു ശേഷം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് പതുക്കെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് മുറിച്ചു വെച്ച 4 വെണ്ടയ്ക്കയും 2 തക്കാളിയും ചേർത്ത് കൊടുക്കാം. സാമ്പാറിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇത് 4-5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കാം. ഈ സമയം കൊണ്ട് തക്കാളിയും വെണ്ടയ്ക്കയും വെന്ത് കിട്ടും. സാമ്പാർ നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് അല്പം മല്ലിയില ചേർക്കാം. ഇനി 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. താളിക്കുന്നതിന് വേണ്ടി പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി 4-5 വറ്റൽമുളകും കുറച്ച് കരിവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്ത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സദ്യ സ്പെഷ്യൽ സാമ്പാർ തയ്യാറായിട്ടുണ്ട്. അടുത്തത് നമുക്ക് കുമ്പളങ്ങ മോരുകറി തയ്യാറാക്കാം. 500 ഗ്രാം കുമ്പളങ്ങ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 പച്ചമുളകും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. 1 കപ്പ് നല്ല കട്ടിയുള്ള തൈര് എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് അടിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇതേ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും അല്പം വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. സദ്യക്കുള്ള മോരുകറി ആയതുകൊണ്ട് ഇതിലേക്ക് ചെറിയ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല. ഇത് മാത്രം നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. കുമ്പളങ്ങയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം.
മിക്സിയുടെ ജാറിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുമ്പളങ്ങ വെന്ത വെള്ളം കുറച്ചുണ്ട്, അതുകൊണ്ട് വെള്ളം കുറച്ചൊഴിച്ചാൽ മതി. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു വെള്ളുള്ളി ചതച്ചതും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് അരപ്പ് ഒരു പ്രാവശ്യം തിളച്ച ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അരപ്പൊക്കെ വെന്ത് ചെറുതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ശേഷം തൈര് ചേർത്ത് ഉടനെ 2 മിനിറ്റ് നല്ലപോലെ ഇളക്കി കൊടുക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ തിളപ്പിക്കരുത്, തൈര് പിരിഞ്ഞു പോകും. മോരുകറി നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി താളിച്ചൊഴിച്ചു കൊടുക്കാം. 3/4 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇത് മോരുകറിയിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം. അടുത്തത് നമുക്ക് സദ്യ സ്പെഷ്യൽ കൂട്ടുകറി തയ്യാറാക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് കടല 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണിത്. ഇത് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേവാൻ ആവശ്യമായ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അല്പം ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് 4-5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് കഷ്ണങ്ങളാക്കിയ 1 കപ്പ് പച്ചക്കായയും 1 കപ്പ് ചേനയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 പച്ചമുളകും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 തണ്ട് കറിവേപ്പിലയും വേവാൻ ആവശ്യമായ 3/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുത്താൽ മതി. ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് 3/4 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് 2-3 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കാം. അരഞ്ഞു പോകരുത്, ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. കുക്കറിലെ ആവി മുഴുവനായിട്ട് പോയതിന് ശേഷം മാത്രം തുറന്നു നോക്കാം. കടല വെന്തിട്ടുണ്ട്. ചേനയും കായും വെന്തിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച കടല ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പ് ചേർക്കാം. അല്പം വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് അതുകൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ചേനയും കായും വേവിക്കുമ്പോഴും കടല വേവിക്കുമ്പോഴും ഉപ്പ് ചേർത്തിരുന്നു, അതുകൊണ്ട് ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് അരപ്പ് വേവിച്ചെടുക്കാം. അരപ്പൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് താളിച്ചൊഴിക്കുന്നതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി 2-3 വറ്റൽമുളകും കുറച്ച് കരിവേപ്പിലയും 3/4 കപ്പ് തേങ്ങ ചിരകിയതും ചേർത്ത് തീ കുറച്ച് വെച്ച് ഇളം ചുവപ്പ് കളറാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇത് കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ശർക്കര കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. കൂട്ടുകറി തയ്യാറായിട്ടുണ്ട്. അടുത്തത് നമുക്ക് സദ്യാ വിഭവങ്ങളിൽ രുചിയിൽ എപ്പോഴും മുൻപിട്ട് നിൽക്കുന്ന പുളിയിഞ്ചി തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി 75 ഗ്രാം പുളി എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 2 ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുണ്ടാവും. ഇത് 2 കപ്പ് ഇളം ചൂടുള്ള വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. 150 ഗ്രാം ഇഞ്ചി പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 3 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായ 50 ഗ്രാം ശർക്കര ഒന്ന് പൊടിച്ചു വെച്ചിട്ടുണ്ട്. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം 2-3 വറ്റൽമുളക് കീറിയതും കുറച്ച് കരിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്കിനി അരിഞ്ഞു വെച്ച ഇഞ്ചി ചേർക്കാം. പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇഞ്ചി ഏകദേശം മൂത്ത് ഗോൾഡൻ കളറായി നല്ലൊരു മണം വരുന്നത് വരെ വറുത്തെടുക്കാം. കരിഞ്ഞു പോകരുത്, ഈ ഒരു പാകം മതിയാകും. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. അതിനുശേഷം ഒരു 10-15 സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്യാം.
ഇനി നമുക്ക് പുളിവെള്ളം അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തന്നെ പൊടിച്ചു വെച്ച ശർക്കരയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. പുളിയിഞ്ചി കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് തുടർച്ചയായി ഇളക്കി കൊടുക്കാം. ഏകദേശം കുറുകി ഈ ഒരു പാകത്തിനാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടി കട്ടിയാകും. സദ്യ സ്പെഷ്യൽ പുളിയിഞ്ചി തയ്യാറായിട്ടുണ്ട്. അടുത്തത് നമുക്ക് ചെറുപയർ പരിപ്പ് പ്രഥമൻ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി 250 ഗ്രാം പരിപ്പ് ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്കിട്ട് ആദ്യം ഒന്ന് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തുടർച്ചയായി ഇളക്കി വേണം വറുത്തെടുക്കാൻ. എന്നാൽ മാത്രമേ എല്ലാ പരിപ്പും ഒരുപോലെ വറുത്ത് കിട്ടൂ. പരിപ്പ് ഏകദേശം കളർ മാറി വരുന്ന സമയത്ത് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ചൂട് പോയതിനു ശേഷം 2-3 പ്രാവശ്യം കഴുകിയെടുക്കാം. ഇനി കുക്കറിലേക്കിട്ട് 2.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. അതിനുവേണ്ടി 350 ഗ്രാം ശർക്കര ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ ഇളക്കി അലിയിച്ചെടുക്കാം. ശർക്കരയ്ക്ക് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റിവെക്കാം. ആവി മുഴുവനായിട്ട് പോയതിനു ശേഷം മാത്രം കുക്കർ തുറന്നു നോക്കാം. പരിപ്പ് നല്ല പോലെ വെന്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഒക്കെ വറുത്തെടുക്കാം. പായസം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിൽ തന്നെ 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടായ ശേഷം കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഉണക്കമുന്തിരിയും ചേർത്ത് വറുത്ത് മാറ്റിവെക്കാം. ഇതിലേക്ക് തന്നെ വേവിച്ച് വെച്ച പരിപ്പ് ചേർക്കാം. ശർക്കരപ്പാനി അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി തുടർച്ചയായി ഇളക്കി കുറുക്കിയെടുക്കാം. പരിപ്പിൽ ശർക്കര നന്നായി പിടിച്ച് ഏകദേശം കുറുകി വരുന്ന സമയത്ത് 1.5 കപ്പ് രണ്ടാം പാൽ ഒഴിച്ച് തിളക്കുന്നത് വരെ തുടർച്ചയായി ഇളക്കി കൊടുക്കാം. 1/2 തേങ്ങയുടെ 1 കപ്പ് ഒന്നാം പാലും 1/2 കപ്പ് രണ്ടാം പാലും എടുത്തിട്ടുണ്ട്. അതിൽ 1/2 കപ്പ് രണ്ടാം പാലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഏകദേശം തിളച്ച് കുറച്ച് കട്ടിയായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടിയും 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി കുറുക്കിയെടുക്കാം. പായസം ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്കിനി 1 കപ്പ് കട്ടിയുള്ള ഒന്നാം പാൽ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്നാം പാൽ ചേർത്ത ശേഷം തിളപ്പിക്കരുത്. തുടർച്ചയായി ഇളക്കി യോജിപ്പിക്കാം. ഇനി വറുത്തുവെച്ച തേങ്ങാക്കൊത്തും ഉണക്കമുന്തിരിയും ചേർത്ത് മിക്സ് ചെയ്യാം. ഈ ഒരു പാകത്തിന് വേണം പ്രഥമൻ തയ്യാറാക്കിയെടുക്കാൻ. ഇതൊരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും കുറച്ചുകൂടി കട്ടിയാകും. സദ്യ സ്പെഷ്യൽ പരിപ്പ് പ്രഥമൻ തയ്യാറായിട്ടുണ്ട്. അടുത്തത് നമുക്ക് സദ്യാ വിഭവങ്ങളിൽ ഏറ്റവും എളുപ്പമുള്ള ഓലൻ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. വൻപയർ ഉടഞ്ഞു പോകാതെ വേണം വേവിച്ചെടുക്കാൻ. ഇനി 1 കപ്പ് കുമ്പളങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പാനിലേക്ക് കുമ്പളങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളകും വേവിച്ച് വെച്ച വൻപയറും 1 കപ്പ് രണ്ടാം പാലും ഒഴിച്ചു കൊടുക്കാം. ഇത് 1 തേങ്ങയുടെ രണ്ടാം പാലാണ്. 1/2 കപ്പ് ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. രണ്ടാം പാലിൽ വേണം കുമ്പളങ്ങ വേവിച്ചെടുക്കാൻ. തേങ്ങാപ്പാലായതുകൊണ്ട് തുറന്നിട്ട് തന്നെ വേവിക്കാം. കൂടാതെ കുമ്പളങ്ങക്ക് വേവും കുറവാണ്. കുമ്പളങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. വെള്ളം വറ്റി വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് 1/2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. ഇനി 1 തണ്ട് കറിവേപ്പിലയും
1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടെ കട്ടിയാകും. സദ്യ സ്പെഷ്യൽ ഓലൻ തയ്യാറായിട്ടുണ്ട്. അടുത്തത് നമുക്ക് ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കാം. അതിനുവേണ്ടി 200 ഗ്രാം ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇത് തൊലി കളഞ്ഞ് കഴുകിയതിനു ശേഷം ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരൽപ്പം ഉപ്പും 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. പച്ചടിക്ക് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് ചിരകിയ തേങ്ങയും 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് തരിതരിപ്പായി അരച്ചെടുക്കാം. വെള്ളം ചേർക്കരുത്. കട്ടി തോന്നുകയാണെങ്കിൽ തൈര് ചേർത്തിട്ട് തന്നെ അരച്ചെടുക്കണം. 1/4 കപ്പ് തൈര് ഒരു സ്പൂൺ വെച്ച് ഉടച്ച് മാറ്റിവെക്കാം. ബീട്രൂട്ട് നന്നായി വെന്ത് വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചെറുതായി ഒന്ന് ചൂട് കുറഞ്ഞതിന് ശേഷം പച്ചടി തയ്യാറാക്കുന്ന ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് അരപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഉടച്ചു വെച്ച തൈര് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല പോലെ യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് താളിച്ചൊഴിച്ചു കൊടുക്കാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2-3 വറ്റൽമുളകും കുറച്ച് കരിവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്ത് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബീട്രൂട്ട് പച്ചടി തയ്യാറായിട്ടുണ്ട്. അടുത്തത് നമുക്ക് സദ്യ സ്പെഷ്യൽ കാളൻ തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു മീഡിയം വലിപ്പത്തിലുള്ള പച്ചക്കായയും ഒരു കഷ്ണം ചേനയും എടുത്തിട്ടുണ്ട്. പച്ചക്കായ മുഴുവനായിട്ട് തൊലി കളഞ്ഞിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ ചെറുതായി തൊലി കളഞ്ഞെടുത്താലും മതി. ഇനി കായയും ചേനയും കുറച്ച് വലിപ്പമുള്ള കഷ്ണങ്ങളാക്കി എടുക്കാം. ഇത് ഏകദേശം ഓരോ കപ്പുണ്ടാകും. പാനിലേക്ക് ചേനയും പച്ചക്കായും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങയും 1 പച്ചമുളകും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. 1/4 കപ്പ് നല്ല കട്ടിയുള്ള തൈര് എടുത്തിട്ടുണ്ട്. ഒരു വിസ്ക് വെച്ചോ സ്പൂൺ വെച്ചോ നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. പച്ചക്കായും ചേനയും വെന്ത് വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനി 1 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ. ഈ സമയം കൊണ്ട് അരപ്പൊന്ന് വെന്ത് കിട്ടും. ചെറുതായി തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഉടച്ചു വെച്ച തൈര് ചേർത്ത് 1-2 മിനിറ്റ് തീ കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു പാകത്തിന് വേണം കാളൻ തയ്യാറാക്കിയെടുക്കാൻ. താളിക്കുന്നതിന് വേണ്ടി 1/4 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി 2-3 വറ്റൽമുളകും കരിവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്ത് കാളനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സദ്യ സ്പെഷ്യൽ കാളൻ തയ്യാറായിട്ടുണ്ട്. അടുത്തത് നമുക്ക് സദ്യ സ്പെഷ്യൽ കട്ടിപ്പരിപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ആദ്യം പരിപ്പൊന്ന് വറുത്തെടുക്കണം. 1/2 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 3-4 മിനിറ്റ് വറുത്തെടുക്കാം. കളർ മാറാതെ വേണം വറുത്തെടുക്കാൻ. വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം 2-3 പ്രാവശ്യം കഴുകിയെടുക്കാം. ഇനി പരിപ്പ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി അടച്ചു വെച്ച് ഉടഞ്ഞു പോകാതെ 2 വിസിൽ വരെ മാത്രം വേവിച്ചെടുക്കാം. അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി 1 കപ്പ് ചിരകിയ തേങ്ങയും 1/4 ടീസ്പൂൺ ജീരകവും 1 പച്ചമുളകും 1 വെള്ളുള്ളിയും അല്പം വെള്ളം കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ആവി പോയതിനു ശേഷം പരിപ്പ് വെന്തോന്ന് നോക്കാം. പരിപ്പ് വെന്തിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇതിലേക്ക് അരപ്പ് ചേർക്കാം. 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളക്കട്ടെ. ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. ചെറുതായി തിളക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി 1-2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. സദ്യ സ്പെഷ്യൽ കട്ടിപ്പരിപ്പ് തയ്യാറായിട്ടുണ്ട്. മധുരവും എരിവും പുളിയും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന മാമ്പഴ പുളിശ്ശേരിയാണ് ഇനി നമ്മൾ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി അധികം വലിപ്പമില്ലാത്ത 4 പഴുത്ത മാമ്പഴം എടുത്തിട്ടുണ്ട്. ഇതിന്റെ തൊലിയൊക്കെ മാറ്റി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 പച്ചമുളകും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/4 കപ്പ് വെള്ളവും ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇനി മുകളിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് അടച്ചു വെച്ച് ചെറുതീയിൽ 6-7 മിനിറ്റ് വേവിച്ചെടുക്കാം. മാമ്പഴം അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. 1 കപ്പ് ചിരകിയ തേങ്ങയിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1 പച്ചമുളകും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അല്പം വെള്ളം കൂടി ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കാം. 1/4 കപ്പ് നല്ല പുളിയുള്ള കട്ടി തൈര് എടുത്തിട്ടുണ്ട്. ഇത് സ്പൂണ് വെച്ചോ വിസ്ക് വെച്ചോ നന്നായി ഒന്ന് ഇളക്കി നേർമയാക്കിയെടുക്കാം. മാമ്പഴം നന്നായി വെന്ത് വെള്ളം വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം. കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്യാം. അതിനുശേഷം ചെറുതായി ഒന്ന് തിളക്കട്ടെ. പുളിശ്ശേരി ചെറുതായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം മാത്രം തൈര് ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പും കൂടി ചേർക്കാം. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ തിളപ്പിക്കരുത്, നന്നായി മിക്സ് ചെയ്താൽ മതി. താളിക്കുന്നതിന് വേണ്ടി പാനിലേക്ക് 1/4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും 1/4 ടീസ്പൂൺ കടുകും ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്ത ശേഷം മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് അടച്ചു വെക്കാം. അതിനുശേഷം തുറന്ന് മിക്സ് ചെയ്യാം. രുചികരമായ മാമ്പഴ പുളിശ്ശേരി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് സദ്യ സ്പെഷ്യൽ കാബേജ് തോരൻ തയ്യാറാക്കാം. അതിനുവേണ്ടി 250 ഗ്രാം കാബേജ് നല്ല കനം കുറച്ച് അരിഞ്ഞ് കഴുകി നന്നായിട്ട് വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി എരിവിനനുസരിച്ച് 2 പച്ചമുളക് വരെ ചേർക്കാം. 1/2 കപ്പ് ചിരകിയ തേങ്ങയും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. കൈകൊണ്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി കൂടി പോകരുത്, കളറിന് വേണ്ടി 1 നുള്ളു മതി. ഇനി പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കാബേജ് ചേർത്ത് 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അധിക സമയം അടച്ചു വേവിക്കരുത്, കാബേജിൽ നിന്നും വെള്ളം ഇറങ്ങി തോരൻ കുഴഞ്ഞു പോകും. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുറന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. കാബേജ് തോരൻ തയ്യാറായിട്ടുണ്ട്.
സദ്യ സ്പെഷ്യൽ ക്യാരറ്റ് മെഴുക്ക് പുരട്ടി തയ്യാറാക്കുന്നതിന് വേണ്ടി 2 മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റിന്റെ തൊലി ഒന്ന് കളഞ്ഞ ശേഷം അരിഞ്ഞെടുക്കാൻ പാകത്തിന് ഇതുപോലെ കഷ്ണങ്ങളാക്കി കഴുകിയെടുക്കാം. ഇനി കനം കുറച്ച് അരിഞ്ഞെടുക്കാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു പകുതി സവാള നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. 1 പച്ചമുളകും കുറച്ച് കരിവേപ്പിലയും ചേർത്ത് സവാള നന്നായി വഴറ്റിയെടുക്കാം. സവാള നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചതച്ച വറ്റൽമുളകും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇനി മുറിച്ച് വെച്ച ക്യാരറ്റ് ചേർത്ത് 2-3 മിനിറ്റ് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം എല്ലാം ഒന്ന് ഒതുക്കി വെച്ച് തീ കുറച്ച് വെച്ച ശേഷം 4-5 മിനിറ്റ് അടച്ച് വേവിച്ചെടുക്കാം. ക്യാരറ്റൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 മിനിറ്റ് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ക്യാരറ്റ് മെഴുക്ക് പുരട്ടി തയ്യാറായിട്ടുണ്ട്. അടുത്തത് നമുക്ക് സദ്യ സ്പെഷ്യൽ പയർ മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം. അതിനുവേണ്ടി 300 ഗ്രാം പയർ എടുത്തിട്ടുണ്ട്. ഇത് കഴുകിയതിന് ശേഷം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടായതിനു ശേഷം 1/2 ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഒരു പകുതി സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. സവാള സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് 10-15 സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്കിനി 1 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും മുറിച്ചു വെച്ച പയറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1-2 മിനിറ്റ് നല്ല പോലെയൊന്ന് ഇളക്കിയെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം എല്ലാം ഒന്ന് ഒതുക്കി വെച്ച് 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി പോകരുത്. ഇനി അടച്ചു വെച്ച് ചെറുതീയിൽ 5-6 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പയറൊക്കെ വെന്ത് പാകമായിട്ടുണ്ട്. ഇതൊന്നുകൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. പയർ മെഴുക്ക് പുരട്ടി തയ്യാറായിട്ടുണ്ട്. അടുത്തത് നമുക്ക് വറുത്തുപേരി തയ്യാറാക്കാം. അതിനുവേണ്ടി 2 പച്ചക്കായ എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായി നീളത്തിലൊന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം എളുപ്പത്തിൽ തൊലി കളഞ്ഞെടുക്കാം. പച്ചക്കായയുടെ കറ കളയുന്നതിന് വേണ്ടി മഞ്ഞൾ കലർന്ന വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട് വെക്കാം. അതിനുശേഷം കായ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടോ ടവൽ കൊണ്ടോ നന്നായൊന്ന് തുടച്ചു കളയാം. നീളത്തിൽ 4ആയി മുറിച്ച ശേഷം ഒരേ അളവിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. പച്ചക്കായ എല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഹൈ ഫ്ലെയിമിൽ നല്ല പോലെ ചൂടായതിനു ശേഷം കായ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇത് 2-3 മിനിറ്റ് നന്നായി വറുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലേക്ക് വെക്കാം. കുറച്ചായി ഇട്ടിട്ട് വേണം കായ ഫ്രൈ ചെയ്തെടുക്കാൻ. 5-6 മിനിറ്റ് കഴിയുമ്പോൾ പത ഒന്ന് കുറഞ്ഞു വരും. ഈ സമയത്ത് ഉപ്പും മഞ്ഞളും ചേർന്ന മിക്സ് 1 ടീസ്പൂൺ ഒഴിച്ച് തുടർച്ചയായി ഇളക്കി കൊടുക്കാം. ഇത് 1/4 കപ്പ് വെള്ളത്തിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തതാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള സൗണ്ട് വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്നും ഇത് കോരി മാറ്റാം. ഇതുപോലെ എല്ലാം തയ്യാറാക്കിയെടുക്കാം. സദ്യ സ്പെഷ്യൽ വറുത്തുപേരി തയ്യാറായിട്ടുണ്ട്. അടുത്തത് നമുക്ക് സദ്യ സ്പെഷ്യൽ ശർക്കര വരട്ടി തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി 300 ഗ്രാം പച്ചക്കായ എടുത്തിട്ടുണ്ട്. ഇതിന്റെ തൊലി കളഞ്ഞെടുത്തതിന് ശേഷം കായ വെള്ളത്തിലിട്ട് വെക്കാം. കായ ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ പെട്ടെന്ന് കറുത്തു പോവില്ല. ഇനി ഒരു ടിഷ്യൂ പേപ്പറോ ടവലോ വെച്ച് കായ ഒന്ന് തുടച്ചെടുക്കാം. അതിനുശേഷം നീളത്തിൽ 2ആയി മുറിച്ച് 1/2 ഇഞ്ച് വലുപ്പത്തിൽ അരിഞ്ഞെടുക്കാം. ശർക്കര വരട്ടി ആയതുകൊണ്ട് കുറച്ച് കനത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. ഇനി വറുത്തെടുക്കാം. അതിനുവേണ്ടി ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ നല്ല പോലെ ചൂടാക്കിയതിനു ശേഷം കായ കഷ്ണങ്ങളിട്ട് 3-4 മിനിറ്റ് ഇളക്കാതെ വെക്കാം. കുറച്ച് കനത്തിൽ അരിഞ്ഞത് കൊണ്ട് വേവ് കൂടും. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്ത് ക്രിസ്പി ആയതിനു ശേഷം കോരി മാറ്റാം.
ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ ചുക്കുപൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. 100 ഗ്രാം ശർക്കര പൊടിച്ചത് ഒരു പാനിലേക്കിട്ട് അല്പം വെള്ളം ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അലിയിച്ചെടുക്കാം. ശർക്കര അലിഞ്ഞതിന് ശേഷം ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് അരിച്ചു ഒഴിച്ചു കൊടുക്കാം. ഇതിനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് തുടർച്ചയായി ഇളക്കി ഒരു നൂൽ പാകമാക്കിയെടുക്കാം. പാകമറിയാൻ വേണ്ടി ഒരു ഡ്രോപ്പ് വെള്ളത്തിൽ ഒറ്റിച്ചു നോക്കിയാൽ വെള്ളത്തിൽ അലിഞ്ഞു പോകുന്നില്ലെങ്കിൽ പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച കായ ചേർത്ത് ശർക്കര പാനിയിൽ 2-3 മിനിറ്റ് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് സ്പൈസ് പൗഡർ ചേർത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് വിട്ടു വരുന്നതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ നല്ല തരിയുള്ള പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. എല്ലാം വിട്ടു വന്നിട്ടുണ്ട്. സദ്യ സ്പെഷ്യൽ ശർക്കര വരട്ടി തയ്യാറായിട്ടുണ്ട്. അടുത്തത് നമുക്ക് സദ്യ സ്പെഷ്യൽ പച്ചടി തയ്യാറാക്കാം. അതിനുവേണ്ടി 300 ഗ്രാം കുമ്പളങ്ങ കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു വച്ചിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം ഉപ്പും 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടുതൽ ചേർക്കരുത്, ഇത്ര മതിയാകും. ഇനി ഇത് മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ പകുതി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പച്ചടിക്ക് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് തരിതരിപ്പായി അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം മാറ്റിവെക്കാം. കുമ്പളങ്ങ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്ന് ചൂട് പോകുന്നതിന് വേണ്ടി മാറ്റിവെക്കാം. 1/4 കപ്പ് നല്ല കട്ടിയുള്ള തൈര് എടുത്തിട്ടുണ്ട്. ആദ്യം ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി തൈര് ചേർക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് പരിപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. കടുക് പരിപ്പ് ചേർക്കുമ്പോൾ പച്ചടിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഇതിലേക്ക് ഉപ്പ് നോക്കി ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം. ഈ ഒരു പാകത്തിന് വേണം പച്ചടി തയ്യാറാക്കാൻ. ഇനി താളിക്കുന്നതിന് വേണ്ടി പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം 1/2 ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് 2-3 വറ്റൽമുളകും കുറച്ച് കരിവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്ത് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുമ്പളങ്ങ പച്ചടി തയ്യാറായിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഓണം സ്പെഷ്യൽ പഴനുറുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി 2 പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് തൊലി കളഞ്ഞ് ഈ ഒരു വലിപ്പത്തിൽ കഷ്ണങ്ങളാക്കിയെടുക്കാം. ഇനി പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ച് വെള്ളം വറ്റിച്ചെടുക്കാം. ഇടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. വെള്ളം വറ്റി വരുന്നുണ്ട്. പഴം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര പാനി തയ്യാറാക്കാം. 50 ഗ്രാം ശർക്കര ഒരു പാനിലേക്കിട്ട് അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് അലിയിച്ചെടുക്കാം. അലിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി നമുക്കിത് മാറ്റി വെക്കാം. വെള്ളം വറ്റി വരുന്നുണ്ട്. പഴം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ശർക്കര പാനിയിൽ പഴം നന്നായി വറ്റി വരുന്നത് വരെ ചെറുതായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും ചേർക്കാം. 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ശർക്കര പാനി പിടിച്ച് പഴം നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഓണം സ്പെഷ്യൽ പഴനുറുക്ക് തയ്യാറായിട്ടുണ്ട്. അടുത്തത് നമുക്ക് പാവക്ക കിച്ചടി തയ്യാറാക്കാം. അതിനുവേണ്ടി മീഡിയം വലിപ്പത്തിലുള്ള ഒരു പാവക്ക എടുത്തിട്ടുണ്ട്. ഇത് രണ്ടറ്റവും മുറിച്ച് ഉൾഭാഗം ക്ലീൻ ചെയ്ത് കഴുകിയെടുക്കാം. ഇനി വറുക്കാൻ പാകത്തിന് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് 10 മിനിറ്റ് മാറ്റിവെക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ പാവക്കയിലുള്ള കയ്പ് കുറച്ച് കുറക്കാൻ പറ്റും. 1 കപ്പ് നല്ല കട്ടിയുള്ള തൈര് എടുത്തിട്ടുണ്ട്. ഇത് കട്ടകളില്ലാതെ ഒന്ന് ഉടച്ചു വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പാവക്കയിൽ നിന്നും വെള്ളം നന്നായി ഊറി വന്നിട്ടുണ്ട്. വെള്ളം മാറ്റിയതിന് ശേഷം നമുക്ക് പാവക്ക ഫ്രൈ ചെയ്തെടുക്കാം. പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് ചൂടായതിനു ശേഷം പാവക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ ക്രിസ്പി ആവുന്നത് വരെ വറുത്ത് മാറ്റിവെക്കാം. കിച്ചടിക്ക് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം. 1/2 കപ്പ് ചിരകിയ തേങ്ങയും 2 പച്ചമുളകും തയ്യാറാക്കി വെച്ച തൈരിൽ നിന്നും 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കാം. അരപ്പ് തയ്യാറായിട്ടുണ്ട്. ഇതിലേക്കിനി തൈര് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി വറുത്ത് വെച്ച പാവക്ക ചേർത്ത് മിക്സ് ചെയ്യാം. താളിച്ചൊഴിക്കുന്നതിന് വേണ്ടി പാനിലേക്ക് 1/4 ടേബിൾ സ്പൂൺ എണ്ണ ചൂടായതിനു ശേഷം 1/2 ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി 2-3 വറ്റൽമുളകും കുറച്ച് കരിവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്ത് കിച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാവക്ക കിച്ചടി തയ്യാറായിട്ടുണ്ട്. അടുത്തത് നമുക്ക് സദ്യ നാരങ്ങാക്കറി തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു വലിയ നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി കളഞ്ഞ ശേഷം മുറിച്ച് കുരുകളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. നാരങ്ങാക്കറി തയ്യാറാക്കുമ്പോൾ ഒട്ടും തൊലിയും കുരുവും ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ കയ്പ് രസം കൂടും. ഇനി ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 3 പച്ചമുളക് അരിഞ്ഞതും മാറ്റിവെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി 2 വറ്റൽമുളക് കീറിയതും കുറച്ച് കരിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി അരിഞ്ഞതും പച്ചമുളകും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയെടുക്കാം. അതിനുശേഷം തയ്യാറാക്കി വെച്ച പൊടികൾ ചേർത്ത് 10-15 സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് പുളിവെള്ളം അരിച്ച് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. മധുരത്തിനാവശ്യമായ 30 ഗ്രാം ശർക്കര കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇത് ഏകദേശം കുറുകി വരുന്ന സമയത്ത് നാരങ്ങ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഉലുവ പൊടിച്ചതും 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് 1-2 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. നാരങ്ങാക്കറി തയ്യാറായിട്ടുണ്ട്. അടുത്തത് നമുക്ക് സദ്യ സ്പെഷ്യൽ മാങ്ങ അച്ചാർ തയ്യാറാക്കാം. അതിനുവേണ്ടി മീഡിയം വലിപ്പത്തിലുള്ള 2 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് കഴുകി തുടച്ചതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ മാറ്റിവെക്കാം. ഇനി നമുക്ക് അച്ചാറിന് വേണ്ടിയുള്ള ഒരു മസാല തയ്യാറാക്കാം. ബൗളിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാങ്ങയിൽ നിന്നും വെള്ളം നന്നായി ഊറി വന്നിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചതും ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എണ്ണ കുറച്ച് ചൂട് കുറഞ്ഞതിന് ശേഷം തയ്യാറാക്കി വെച്ച പൊടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും.
ഇനി മാങ്ങയിലേക്ക് ഒഴിച്ച് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കി ഉപ്പ് ചേർത്ത് കൊടുക്കാം. സദ്യ സ്പെഷ്യൽ മാങ്ങ അച്ചാർ തയ്യാറായിട്ടുണ്ട്. അടുത്തത് നമുക്ക് സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഇഞ്ചി തൈര് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് ചൂടായതിനു ശേഷം 1/4 കപ്പ് ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ചേർത്ത് ഇളം ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോകരുത്. ചെറുതായി ക്രിസ്പി ആവാൻ തുടങ്ങുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഒരു കപ്പ് നല്ല കട്ടിയുള്ള തൈര് എടുത്തിട്ടുണ്ട്. ഇതൊരു ഫോർക്ക് വെച്ചോ സ്പൂണ് വെച്ചോ കട്ടകളില്ലാതെ ഒന്ന് ഉടച്ചെടുക്കാം. ഇതിലേക്ക് വറുത്ത ഇഞ്ചി ചൂടൊന്ന് ആറിയതിനു ശേഷം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് താളിക്കുന്നതിന് വേണ്ടി ഇഞ്ചി വറുത്ത് ബാക്കി വന്ന എണ്ണയിൽ നിന്നും 1 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി വറ്റൽമുളകും 2 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കരിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇഞ്ചി തൈരിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം. സദ്യ സ്പെഷ്യൽ ഇഞ്ചി തൈര് തയ്യാറായിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇഞ്ചി പച്ചടി തയ്യാറാക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി 1.5 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണങ്ങളാക്കിയതും 2 പച്ചമുളകും കുറച്ച് കരിവേപ്പിലയും 2 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് തരിതരിപ്പായി അരച്ചെടുക്കാം. മുക്കാൽ കപ്പ് നല്ല കട്ടിയുള്ള തൈര് സ്പൂണ് വെച്ചോ ഒരു വിസ്ക് വെച്ചോ ഒന്ന് ഉടച്ചെടുക്കാം. ഇഞ്ചി പച്ചടിക്ക് പുളി കുറച്ച് കുറഞ്ഞ തൈര് എടുക്കുന്നതായിരിക്കും കൂടുതൽ രുചി. ഇനി തൈര് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അരപ്പ് ചേർക്കാം. അല്പം ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. താളിക്കുന്നതിന് വേണ്ടി പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഒന്ന് ചൂടായതിനു ശേഷം 1/2 ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് 1-2 വറ്റൽമുളകും കുറച്ച് കരിവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്ത ശേഷം പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചി പച്ചടി തയ്യാറായിട്ടുണ്ട്. അടുത്തത് നമുക്ക് സദ്യ സ്പെഷ്യൽ പച്ചമോര് തയ്യാറാക്കാം. അതിനുവേണ്ടി 1 കപ്പ് നല്ല പുളിയുള്ള തൈര് എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 250 മില്ലി ഉണ്ടാകും. ഇതിലേക്കിനി 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒരു വിസ്ക് വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം ഒന്ന് ചതച്ചെടുക്കാം. 4 ചെറിയ ഉള്ളിയും 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണങ്ങളാക്കിയതും 1 പച്ചമുളകും കുറച്ച് കരിവേപ്പിലയും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഇടികല്ലില്ലെങ്കിൽ മിക്സിയുടെ ജാറിലേക്കിട്ട് 2-3 പ്രാവശ്യം പൾസ് ചെയ്തെടുത്താലും മതി. ചതച്ച കൂട്ട് മോരിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. കട്ടി തോന്നുകയാണെങ്കിൽ അല്പം കൂടെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ്. പച്ചമോര് വളരെ ലൂസായിട്ട് വേണം തയ്യാറാക്കിയെടുക്കാൻ. സദ്യ സ്പെഷ്യൽ പച്ചമോര് തയ്യാറായിട്ടുണ്ട്. ഈ ഓണവിഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുവാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.